ഓം നമോ നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാനമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക, എന്നാലേ അതിൽ ഉപയോഗമുള്ളൂ നിങ്ങൾക്ക്. അതായത് ഈ പറയുന്നത്, ഈ വരുന്ന വിഷു, അതായത് ഏപ്രിൽ മാസം മുതൽ സൂര്യൻ മേടരാശിയിൽ സംക്രമിക്കുന്ന ഒരു കാലമാണ്. ആയതിനാൽ ഇതിൽ പറയുന്ന, ഈ വീഡിയോയിൽ പറയുന്ന 9 നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അവിചാരിതമായി വന്നു ചേരുന്ന അപൂർവമായ അവസരങ്ങളും നേട്ടങ്ങളും ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ ആയിരിക്കും ജാതകനിൽ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വരുന്ന സൗഭാഗ്യങ്ങൾ ജാതകർ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ, മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക എന്നുള്ളത്. ഇവിടെ സൂര്യൻ മേടരാശിയിൽ സംക്രമിക്കുന്നത് മൂലമാണ് ഇതിൽ പറയുന്ന 9 നക്ഷത്ര ജാതകരുടെ സമയം തെളിയുന്നത്, അല്ലെങ്കിൽ സമയം മാറുന്നത്. ആ സംക്രമം നടക്കുന്നത് ഈ വരുന്ന വിഷു മുതലായിരിക്കും. അതായത് ഏപ്രിൽ 14 മുതൽ ആയിരിക്കും എന്നുള്ളതാണ്. ഈ മാറ്റം സംഭവിക്കുന്നത് ഏപ്രിൽ 14 മുതൽ ആണ്. എപ്പോൾ വരെ ഉണ്ടാകുമെന്നുള്ളത് വീഡിയോയിൽ പറയുന്നതാണ്, ഇടയ്ക്ക് പറയുന്നുണ്ടത് ശ്രദ്ധിക്കുക. ഇവിടെ പറയുന്ന കാര്യങ്ങൾ അതേപടി നിങ്ങളുടെ ജീവിതത്തിൽ വരണമെന്നില്ല. അതിൻ്റെ കാരണം, പലരും പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരും പല തരത്തിലുള്ള ആശയങ്ങളുള്ളവരൊക്കെയാണ്. ആയതിനാൽ വ്യത്യസ്ത ചിന്താഗതികൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നത് ഏറെക്കുറെ ഒരുപോലെ ആയിരിക്കും. എങ്കിലും ഓരോ നക്ഷത്രക്കാരുടെയും കഴിവും പ്രാപ്തിയും അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാവുന്നതുമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിൽ വയ്ക്കേണ്ടതാണ്. ആദ്യമായിട്ട് പറയുന്നത്, ഭരണി, പൂരം, പൂരാടം എന്നീ നക്ഷത്ര ജാതകർക്ക് ഈ ഏപ്രിൽ മാസം മുതൽ 2024 ഡിസംബർ വരെ ആണ് നോക്കുന്നത്. സൂര്യൻ്റെ രാശിമാറ്റം ഡിസംബറിൽ തിരിച്ച് അടുത്ത രാശിമാറ്റം ഡിസംബറിൽ നടക്കും. അതിനാൽ അതുവരെയുള്ള കാലയളവിൻ്റെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ പറയുന്നത്. മേൽപ്പറഞ്ഞ സമയം മുതൽ ഡിസംബർ വരെ ചില അത്ഭുതകരമായ സുവർണാവസരങ്ങൾ ഈ പറഞ്ഞ നക്ഷത്രങ്ങളെ, അല്ലെങ്കിൽ നക്ഷത്ര ജാതകരെ തേടി വരുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ അവസരങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലെ ആയിരിക്കും ഫലം ലഭിക്കുക. സാഹചര്യത്തിനൊത്ത് കൈകാര്യം ചെയ്യുന്നത് പോലെ ആയിരിക്കും ഫലം എന്നതുകൂടി മനസ്സിൽ വയ്ക്കുക. ഇവിടെ ഈ 3 നക്ഷത്രക്കാർക്ക് ഈശ്വരാനുഗ്രഹം മൂലം കിട്ടുന്ന അവസരങ്ങൾ എന്തെന്നാൽ, ജീവിതത്തിലേക്ക് പുതിയ ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ്. ജീവിതത്തിൽ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ്. അങ്ങനെയുള്ള ബന്ധത്തിൻ്റെ സാന്നിധ്യത്തിൽ ജാതകൻ്റെ ജീവിതം രക്ഷപ്പെടുന്നതാണ്. മുന്നിൽ വരുന്ന അവസരങ്ങളെ പാഴാക്കാതിരിക്കുവാൻ കൂടി ശ്രമിക്കുക. വിശദമായി പറഞ്ഞാൽ, നിങ്ങളുടെ കുറവുകൾ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. അതിപ്പോൾ ധനപരമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും മാനസികപരമായിട്ടാണെങ്കിലും ഏത് രീതിയിലായാലും നിങ്ങൾക്കത് പരിഹരിക്കപ്പെടുവാൻ സാധിക്കുന്നതാണ്. ഈ ബന്ധങ്ങൾ വഴി അത് പരിഹരിക്കപ്പെടുവാൻ സാധിക്കുകയും ജീവിതത്തിൽ വിജയങ്ങളും ഉന്നതിയും നേടാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇതിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നതല്ല, സംഭവിക്കേണ്ട കാര്യം തന്നെയാണ് ഈ പറയുന്നത്. അതാണ് ഈ പറഞ്ഞ
ഭരണി, പൂരം, പൂരാട നക്ഷത്രക്കാർക്ക് പ്രധാനമായിട്ടും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്. തുടർന്ന് തന്നെ സൂര്യൻ്റെ മേടസംക്രമമായിട്ട് അതിൻ്റെ ഫലമായിട്ട് വരുന്ന മറ്റു 3 നക്ഷത്രം എന്ന് പറയുമ്പോൾ കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ 3 നക്ഷത്രക്കാർക്ക് വരുന്ന ശുഭകരമായ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. കുറേ നാളുകളായിട്ട് കർമ്മമണ്ഡലത്തിൽ ആരംഭിക്കുവാൻ ആലോചിച്ചിരുന്ന പദ്ധതികൾ, അതിപ്പോൾ ബിസിനസ് വിപുലീകരിക്കാനോ അല്ലെങ്കിൽ പുതിയതായിട്ട് തുടങ്ങുവാനോ അങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുവാൻ കഴിയുന്നതാണ്. അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ബിസിനസ്, വ്യാപാര കാര്യങ്ങൾ തുടങ്ങുന്നതിന് കാലതാമസം ഉണ്ടായിട്ടുള്ളവർക്ക് ഈ പറഞ്ഞ 2024 ഏപ്രിൽ മാസം വിഷു മുതൽ നിങ്ങളുടെ ചിരകാല സ്വപ്നം പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. യാതൊരു സംശയവും വേണ്ട. അതിപ്പോൾ ചെറിയ രീതിയിലുള്ളതോ വളരെ വലിയ രീതിയിലുള്ളതോ ആയ ഏതൊരു സംരംഭങ്ങളും നിങ്ങൾക്ക് വിജയിച്ച് കിട്ടുന്നതാണ് ഈ സമയം മുകളിൽ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് ആത്മധൈര്യം വളരെ കൂടുതലായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൂടി മനസ്സിലാക്കുക. കർമ്മരംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഏത് സംരംഭങ്ങൾ തുടങ്ങിയാലും ഈ ഏപ്രിൽ മാസം മുതൽ അത് നിങ്ങൾക്ക് പരിപൂർണ വിജയം നേടിത്തരുന്നതായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് മനസ്സിൽ വച്ചേക്കുക. ഇതാണ് ഈ പറഞ്ഞ കാർത്തിക, ഉത്രം, ഉത്രാടത്തിന് വരുന്ന സമയം മാറ്റം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് സൂര്യൻ്റെ മേടസംക്രമ ഫലമായി നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന മറ്റ് 3 നക്ഷത്രങ്ങളാണ് ആയില്യം, തൃക്കേട്ട, രേവതി എന്നിവ. ഈ 3 നക്ഷത്രത്തിന് ഈ നക്ഷത്രങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ആലോചിച്ച് ചെയ്തില്ലെങ്കിൽ ഈ നക്ഷത്ര ജാതകർക്ക് ലാഭത്തേക്കാൾ ഏറെ നഷ്ടം സംഭവിക്കുന്ന സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാവുക. വ്യക്തമായി പറഞ്ഞാൽ സുഹൃത്തുക്കൾക്കോ ബന്ധുജനങ്ങൾക്കോ വേണ്ടി വലിയ തുകകൾ കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വരികയോ അല്ലെങ്കിൽ ധനപരമായ ഇടപാടുകളിൽ അവർ തയ്യാറാക്കിയ ഉടമ്പടികളിൽ സാക്ഷിയായി ഒപ്പുവയ്ക്കേണ്ട അവസരങ്ങൾ വരികയോ ആണ് നടക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാവും. ആയതിനാൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കാര്യങ്ങളെ സമീപിക്കുവാൻ. ശരിയായ രീതിയിൽ പറഞ്ഞാൽ ധനം കടമായി കൊടുക്കുന്നതോ സാക്ഷിയായി നിൽക്കുന്നതോ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് മനസ്സമാധാനവും ജീവിതത്തിൽ പിന്നീട് ദുഃഖിക്കേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് മാറിപ്പോകാനും സാധിക്കുന്നതാണ്. എന്നാലും ഇത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് പെരുമാറേണ്ടതാണ്. ആ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ജാതകർക്ക് ഗുണമായിട്ടോ ദോഷമായിട്ടോ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട്. ആയതിനാൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാവണം പ്രവർത്തിക്കുവാൻ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത് എന്തെന്നാൽ ആ സമയത്തെ അല്ലെങ്കിൽ ആ സംഭവം നടക്കുന്ന ആ സാഹചര്യം മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അല്ലാത്ത പക്ഷം അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ബാധ്യതകൾ കൂടി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനുള്ള സാധ്യതയും ഉണ്ടാകുന്നതാണ്. ജാതകർ തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കാതെയുള്ള കാര്യങ്ങളായിരിക്കണം പ്രധാനമായും ചെയ്യേണ്ടത്. ഓർത്ത് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ ജയവും പരാജയവും നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. മേൽപ്പറഞ്ഞ രീതിയിലുള്ള അവസരങ്ങൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അതിപ്പോൾ ഈ ഏപ്രിൽ മുതൽ നവംബർ മാസത്തിനകത്തായിരിക്കും സംഭവിക്കുന്നത്. ഒന്നിലധികം സമയം ഇതേപോലുള്ള സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായ സാഹചര്യങ്ങളുണ്ടാവും. വളരെ വ്യക്തമായിട്ടും വളരെ മനസാന്നിധ്യത്തോടും ബുദ്ധിപൂർവമായി കാര്യങ്ങളെ സമീപിക്കുക. പരാജയത്തിൽ ചെന്ന് പെടാതിരിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ രീതിയിൽ നിങ്ങൾ യുക്തിപൂർവ്വം ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതം എന്ന് തന്നെ പറയാം. ഈ രീതിയിലാണ് സൂര്യൻ്റെ മേടസംക്രമ ഫലമായി മുകളിൽ പറഞ്ഞ 9 നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഫലങ്ങൾ ജാതകരെ ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്, വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വ്യക്തമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണ് എന്ന് തോന്നുന്നു എങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് കൂടി നിങ്ങൾക്കറിയാവുന്നവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക.
കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.